നമസ്കാരം. 25ഉം 20ഉം വയസ്സുള്ള രണ്ട് യുവതികളെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ശേഷം പോലീസിനെ വെട്ടിച്ച് ജീവിച്ചത് പതിറ്റാണ്ടുകൾ തീർന്നില്ല. 9 മുതൽ 100 വയസ്സ് വരെ പ്രായമുള്ള 100ഓളം സ്ത്രീകളുടെ മൃതദേഹങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ച ക്രൂരതയുടെ മുഖമാണ് ഡേവിഡ് ഫുള്ളർ എന്ന കുറ്റവാളി. നീ ജയിലിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയ്ഡ്സ്റ്റോൺ ക്രൗഡ് കോർട്ട് ജഡ്ജായ ജസ്റ്റിസ് ചീമ ഗൾ ഫുള്ളറിന് ആജീവനാന്തകാലം തടവ് ശിക്ഷ വിധിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച രണ്ട് പെൺകുട്ടികളെ അവരുടെ കുഞ്ഞു പ്രായത്തിലെ ഇല്ലാതാക്കിയയാൾ, മരിച്ചവരിൽ പോലും ഇരയെ തേടിയ ഡേവിഡ് ഫുള്ളറിനെ 2021 ഡിസംബറിലാണ് കോടതി ശിക്ഷിച്ചത്. നിന്റെ ദുഷ്ടതയുടെ തീവ്രതയിൽ നിന്ന് മനസ്സിലാവുന്നത് നിന്റെ മനസാക്ഷി കെട്ടുപോയിരിക്കുന്നുവെന്നാണ്. അതിനാൽ നിന്റെ വിധി ജീവിതത്തിന്റെ ശേഷിച്ച എല്ലാ ദിവസവും നീ ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് ശിക്ഷ വിധിക്ക് ജഡ്ജി ചൂണ്ടിക്കാട്ടിയത്. ഡേവിഡ് നടത്തിയ ക്രൂരതകൾക്ക് സമാനമായ സംഭവങ്ങൾ ഇനിയും നടക്കാമെന്നാണ് പബ്ലിക് എൻക്വയറിയിലൂടെ പുറത്തുവന്നത്. കൃത്യമായ പദ്ധതിയോടെയാണ് ഫുള്ളർ പെൺകുട്ടികളെ ആക്രമിച്ചത്. 33 വർഷത്തോളം തന്റെ കുറ്റകൃത്യങ്ങളുമായി അയാൾ സ്വതന്ത്രനായി ജീവിച്ചു. ഒരു DNA പരിശോധനയാണ് ഇയാൾ ജയിലഴിക്കുള്ളിലാവാൻ കാരണമായത്. 2020 ഡിസംബറിൽ ഇയാളുടെ വീട് പരിശോധിച്ച പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന തെളിവുകളാണ്. ഹാർഡ് ഡിസ്കുകളിൽ മുഴുവൻ മൃതദേഹങ്ങളോട് ഇയാൾ കാണിക്കുന്ന ക്രൂരതയായിരുന്നുവെങ്കിൽ ഇയാളുടെ ഡൗൺലോഡുകളിൽ മുഴുവൻ പോണോഗ്രഫിയായിരുന്നു. അതിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. മെയ്ഡ്സ്റ്റോൺ ക്രൗഡ് കോടതിയിൽ നടന്ന വിചാരണയിൽ എല്ലാ കുറ്റങ്ങളും ഇയാൾ സമ്മതിച്ചു. തുടർന്ന് കേസിൽ പബ്ലിക് എൻക്വയറി നടത്താനും കോടതി നിർദ്ദേശിച്ചു. ബ്രിട്ടന്റെ ലീഗൽ ഹിസ്റ്ററിയിൽ ഫുള്ളറിന്റെ മൃതദേഹങ്ങളോടുള്ള അതിക്രമമാണ് കണ്ടുപിടിക്കാൻ ഏറെ വൈകിയ കുറ്റകൃത്യം. 2 ആശുപത്രികളിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ 2008നും 2020നും ഇടയിൽ മൃതദേഹങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചത്. ഇത്തരത്തിൽ 102 മൃതദേഹങ്ങളോടാണ് ഇയാൾ ക്രൂരത കാട്ടിയത്. CCTVകൾ ഇല്ലാത്ത ഇടത്താണ് അതിക്രമം നടന്നത്. കൃത്യമായ പദ്ധതിയോടെ നിരന്തരമായി പ്രതി ഇത് തുടർന്നു. സെക്ഷൽ പ്ലഷറിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തതെന്നാണ് ഇയാൾ പിന്നീട് പറഞ്ഞത്. അതിക്രമങ്ങളെല്ലാം ഇയാൾ റെക്കോർഡ് ചെയ്തിരുന്നു. ദൃശ്യങ്ങളും ചിത്രങ്ങളും പിന്നീട് വീണ്ടും കാണും. ഏത് തരത്തിലുള്ള ആക്രമണമാണെന്ന് ഇവയൊക്കെ തരംതിരിച്ചിരുന്നു. ചില റെക്കോർഡുകളിൽ ഇരകളുടെ പേരുമുണ്ടായിരുന്നു. ചിലതിന്റെ ടൈറ്റിൽ ഇതുവരെയുള്ളതിൽ മികച്ചത് എന്നായിരുന്നു. രാക്ഷസന്മാർ ഉണ്ടെന്നത് സത്യമാണെന്നതാണ് ഇയാളുടെ ക്രൂരത വ്യക്തമാക്കുന്നതെന്നാണ് ഇരകളിലൊരാളുടെ പിതാവ് പ്രതികരിച്ചത്. ജീവിക്കുന്ന ലോകത്തോ സ്ത്രീകൾ സുരക്ഷിതരല്ല, എന്നാൽ മരിച്ചതിനു ശേഷവും അവർ സുരക്ഷിതല്ലെന്നാണ് മറ്റൊരാൾ കോടതിയിൽ പറഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത തന്റെ മകളും ഇരയായതിൽ അടക്കാനാവാത്ത ദുഃഖവും അങ്കലാപ്പുമായിരുന്നു ഒരമ്മയിൽ നിന്നുണ്ടായത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം എന്ന മുന്നറിയിപ്പാണ് ഡേവിഡ് ഫുള്ളർ കേസിൽ നിർദ്ദേശിച്ചിരുന്ന പബ്ലിക് എൻക്വയറിയിലൂടെ പുറത്തുവരുന്നത്. മൃതദേഹങ്ങൾ ഇനിയും ഇത്തരത്തിൽ അപമാനിക്കപ്പെടാമെന്നാണ് അന്വേഷണം വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജോനാഥൻ മൈക്കിൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മോർച്ചറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും മികച്ചതല്ലെന്നാണ്. മോർച്ചറികളുടെ മേൽനോട്ടത്തിനായി നിലവിലുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും ഭാഗികമായി മാത്രമാണ്, ചിലയിടത്ത് ഫലപ്രദമല്ല. ചിലയിടത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച നിലയിലാണെന്നും റിപ്പോർട്ട് വിശദീകരിച്ചിരുന്നു. രാജ്യത്തുടനീളം ഫുള്ളറിനെ പോലുള്ളവരുടെ കുറ്റകൃത്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.